തെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും തനിക്കതിൽ ഉത്തരവാദിത്തമുണ്ടാകില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP. ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വന്ന മുൻകാല അനുഭവമാണ് തന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. കോന്നി സീറ്റിനായി താൻ പിടിവാശി കാണിച്ചു എന്ന വാർത്ത മാധ്യമ സൃഷ്ടി മാത്രമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. UDFന് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന് AICC നേതൃത്വം തീരുമാനിക്കും. പല മണ്ഡലങ്ങളിലും CPM BJP ധാരണയെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു. അമൃത TVയുടെ നോർത്ത് പോയിന്റിൽ സംസാരിക്കവെയാണ് UDF കൺവീനർ ഇക്കാര്യം വ്യക്തമാക്കിയത്. കോൺഗ്രസിലെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയുകയായിരുന്നു അടൂർ പ്രകാശ് MP. കോന്നിയിൽ താൻ മത്സരിക്കണം എന്നത് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു. അക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും MPമാർ മത്സരിക്കേണ്ടതില്ലെന്നാണ് പൊതു തീരുമാനം എന്നറിയിച്ചതോടെ അത് അംഗീകരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോന്നി സീറ്റിനായി താൻ പിടിവാശി കാട്ടിയെന്ന വാർത്ത മാധ്യമ സൃഷ്ടി മാത്രമായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോന്നിയിലെ ജനങ്ങൾ എന്നെ എല്ലാ ദിവസവും വിളിക്കുകയാണ്, അങ്ങ് ഇവിടെ വരണം. ഈ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് തന്നെ തിരികെ വരണം എന്ന് എന്നെ വിളിക്കുന്ന ജാതിക്കും മതത്തിനും അതീതമായി പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ തന്നെ മടങ്ങി വരണം. മടങ്ങി വന്നാൽ ഈ സീറ്റ് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും. തെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും തനിക്കതിൽ ഉത്തരവാദിത്വം ഉണ്ടാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പ് കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വന്ന അനുഭവമാണ് തന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്നും അടൂർ പ്രകാശ് തുറന്നു പറഞ്ഞു. ഈ വാക്ക് പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് പറയാനുള്ള കാരണം ഇതാണ്. എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, എന്നെ ഈ ബൈ ഇലക്ഷൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരാളിനെ നിർത്താതെ പുതിയ ആളിനെ നിർത്തി. പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അടൂർ പ്രകാശിൻ്റെ മണ്ടയ്ക്കാക്കി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി വോട്ട് തേടുന്ന പതിവ് കോൺഗ്രസിനില്ലെന്നും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ AICC നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും UDF കൺവീനർ വ്യക്തമാക്കി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും. അതിന് ചില ചട്ടക്കൂടുകളുണ്ട്. അവരെടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരായിരിക്കണം മുഖ്യമന്ത്രി. അത് ഇന്ന ആളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവരായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ UDF 100-ലേറെ സീറ്റുകൾ നേടുമെന്ന കൺവീനർ എന്ന നിലയിൽ തനിക്ക് ഉറപ്പുണ്ടെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. UDFനെ തോൽപ്പിക്കാൻ CPMഉം BJPയും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ടെന്നും UDF കൺവീനർ ആരോപിച്ചു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ UDFും LDFും തമ്മിലാണ് പോരാട്ടം നടത്തുന്നത്. പക്ഷേ ആ പോരാട്ടത്തിൽ UDFനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി LDF രഹസ്യധാരണയിലൂടെ BJPയുമായി കൈകോർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. UDF കൺവീനർ അടൂർ പ്രകാശ് പങ്കെടുത്ത നോർത്ത് പോയിന്റ് ഇന്ന് വൈകിട്ട് 6:45 അമൃത TVയിൽ കാണാം.